വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം ഏറ്റവും മഹത്വമേറിയതാകുന്നു, ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നു. സയ്യിദുൽ മലായിക റൂഹുൽ അമീനായി മാറി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ അവരിലേക്കാണ് ഇറങ്ങിയത്. അവർ സയ്യിദുൽ അംബിയ ആയി, അഫ്ദലുൽ ബശറായി, ഏറ്റവും മഹോന്നതനായി മാറി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് മുഹമ്മദ്, അതായത് നമ്മൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്, അവർക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അതുകൊണ്ട് അവർ ഖൈറു ഉമ്മത്തായി, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും നല്ല ഉമ്മത്തായി മാറി. ലൈലത്തുൽ ഖദർ, ഏറ്റവും മഹത്വമേറിയ രാത്രി. കാരണം വിശുദ്ധ ഖുർആൻ ആ രാത്രിയിലാണ് ഇറങ്ങിയത്. രാത്രികളിൽ വെച്ച് ഏറ്റവും പുണ്യമേറിയ രാത്രി. ഷഹ്റു റമളാൻ സയ്യിദു ഷുഹൂർ, വിശുദ്ധ ഖുർആൻ ആ മാസമാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ആ മാസം ഏറ്റവും മഹത്വമുള്ളതായി മാറി. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണെന്നും പറയുന്നു. അതുകൊണ്ട് ആരുടെ ഖൽബിലാണോ ഖുർആൻ ഇറങ്ങിയത്, ആരാണോ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുന്നത്, അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ, ഏറ്റവും വില കൂടിയ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ പ്രവർത്തിക്കുക.